തണ്ണിമത്തൻ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. എന്നാൽ വാങ്ങിക്കുമ്പോൾ അത് മധുരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ കഴിക്കാതെ തന്നെ അറിയാനുള്ള ചില വിദ്യകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. തണ്ണിമത്തൻ വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പഴുത്തതാണോ മധുരമുണ്ടോ എന്നെല്ലാം മുറിച്ചു നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തണ്ണിമത്തന്റെ ആകൃതി നോക്കി തണ്ണിമത്തൻ ആൺവിഭാഗത്തിൽ പെട്ടതാണോ പെൺവിഭാഗത്തിൽ പെട്ടതാണോ എന്ന് മനസ്സിലാക്കാം. ആൺവിഭാഗത്തിൽപ്പെട്ട തണ്ണിമത്തനാണെങ്കിൽ വലിയ ദീർഘാകൃതിയായിരിക്കും. എന്നാൽ പെൺവിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ വൃത്താകൃതിയായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല നല്ല മധുരവും ഉണ്ടായിരിക്കും. വലിപ്പം നോക്കി വാങ്ങിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. ഒരുപാട് വലിപ്പമുള്ള തണ്ണിമത്തൻ വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരാശരി വലിപ്പമുള്ള തണ്ണിമത്തൻ വാങ്ങിക്കുക. ഒരിക്കലും വലിപ്പം നോക്കി വാങ്ങിച്ചാൽ വേണ്ടത്ര ഗുണം ഉണ്ടായെന്ന് വരികയില്ല. ഞെട്ട് നോക്കിയാൽ അറിയാം തണ്ണിമത്തൻ പഴുത്തതാണോ പച്ചയാണോ എന്ന്. പച്ച നിറത്തിലുള്ള ഞെട്ടാണെങ്കിൽ തണ്ണിമത്തൻ പഴുത്തിട്ടില്ലെന്നും പച്ചയാണെന്നും മനസ്സിലാക്കാം. എന്നാൽ ഞെട്ട് അല്പം മൂത്തതും കറുപ്പ് നിറത്തോട് കൂടിയതുമാണെങ്കിൽ തണ്ണിമത്തൻ നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. തണ്ണിമത്തന്റെ തോലിന് പുറത്ത് കറുത്ത കുത്തുകളും പാടുകളും കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തണ്ണിമത്തൻ നല്ലതുപോലെ പഴുത്തതാണ്. കൂടുതൽ പരാഗണം നടന്ന പൂവിൽ നിന്നുണ്ടായതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് മധുരവും കൂടുതലായിരിക്കും. നല്ലതുപോലെ പാകമായ തണ്ണിമത്തനാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. പഴുത്ത തണ്ണിമത്തന്റെ പുറത്ത് ക്രീം നിറത്തിൽ മഞ്ഞ കളറോട് കൂടിയ പാടുകൾ ഉണ്ടായിരിക്കും. ഒരിക്കലും വെളുത്ത നിറത്തിലുള്ള പാടുകൾ നല്ലതുപോലെ പാകമായ തണ്ണിമത്തന്റെ പുറത്ത് ഉണ്ടാവില്ല.